Praise be to Jesus Christ and Blessed Virgin Mary. Welcome back to Catholic Worship. I am Ashik Joy. As usual, let us begin with the prayer. Pater noster, qui es in caelis, sanctificetur nomen tuum, adveniat regnum tuum, fiat voluntas tua, sicut in cielo et in terra. Panem nostrum quotidianum de nobis hodie, et dimite nobis debita nostra, sicut et nos dimittimus debitoribus nostris, et ne nos inducas in tentationem, sed libera nos a malo. Amen. ഈശ്വരേറ്റവും അധികം സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഒരു പ്രത്യേക വിഷയമാണ് ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ചില സുഹൃത്തുക്കളായിട്ട് സംസാരിച്ചപ്പോൾ, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ആത്മീയ സുഹൃത്തുക്കളായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി ബോധ്യങ്ങൾ, നമ്മളൊരിക്കലും നമ്മുടെ ചിന്തയിൽ പോലും വരാത്ത ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കും, നമ്മുടെ ആത്മീയമായിട്ടുള്ള ഗുരുക്കന്മാരോട് സംസാരിക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായ ഒരു കാര്യവും, അതുപോലെ ചില വ്യക്തികളുടെ ജീവിതത്തിൽ നിന്ന് മനസ്സിലായതും എൻ്റെ തന്നെ ജീവിതത്തിൽ മനസ്സിലായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ പങ്കുവെക്കുന്നത്. അത് 100% ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. ഇത് എൻ്റെ അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇത് ശരിയാണോ എന്ന് നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് ശരിയാണോ അല്ലയോ എന്നുള്ളത്. മറ്റൊന്നുമല്ല, നമ്മുടെ കർത്താവിൻ്റെ ആദ്യത്തെ കൽപ്പന, അത് ദൈവം മനുഷ്യ മക്കളോട് പറയുന്ന ഒരു ആക്ഷൻ, ഒരു കമാൻഡ് എന്ന് പറയുന്നത് നിങ്ങൾ പെറ്റുപിരികി ഭൂമിയെ കീഴടക്കുവിൻ എന്നുള്ളതാണ്. പെറ്റുപിരികി ഭൂമിയെ കീഴടക്കുവിൻ. ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ്. ഉപ്പ് എപ്പോഴും എന്താണ് ഉപയോഗിക്കുന്നത്? കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉപ്പ് കുറഞ്ഞു പോയാൽ എന്ത് സംഭവിക്കും? അവിടെ ജീർണത വർദ്ധിക്കും. അപ്പോൾ നമ്മുടെ സംഖ്യ ഒരിക്കലും കുറഞ്ഞു പോകരുതെന്നും ദൈവം വ്യക്തമായി പറയുന്നുണ്ട്. കാരണം നമ്മൾ പ്രകാശത്തിൻ്റെ മക്കളാണ്, നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ അനുഗ്രഹം വളരെ കുറവാണ്. എല്ലാ ഭൗതികമായ അനുഗ്രഹവും ആത്മീയമായ അനുഗ്രഹവും വളരെ കുറവാണ്. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെച്ചമില്ലാതെ വളരെ ബുദ്ധിമുട്ടി നാലാളുടെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥയിലാണ് പലരും ജീവിക്കുന്നത്. എന്നാൽ ഞാൻ നോക്കുമ്പോൾ മുസ്ലിം സമുദായം അവർക്കിങ്ങനൊരു പ്രശ്നമേ ഇല്ല. സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നവർ അവരുടെ ഇടയിൽ വളരെ കുറവാണ്. ഇതെന്തുകൊണ്ടാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായ കാര്യം, പെറ്റുപിരികി നിങ്ങൾ ഭൂമിയെ കീഴടക്കുവിൻ എന്നത് കർത്താവിൻ്റെ കൽപ്പനയാണ്. അപ്പോൾ ഈ പറയുന്ന വചനത്തിന് ഒരു മറുപുറമുണ്ട്. അതായത് നമ്മുടെ സ്വർഗസ്ഥനായ പിതാവ് പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുന്നില്ലേ, ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. അതായത് ഞാൻ അരുണിനോട് എങ്ങനെയാണോ ക്ഷമിക്കുന്നത് അതുപോലെ എന്നോട് ക്ഷമിക്കണം. ഞാൻ അരുണിനെ ക്ഷമ കൊടുത്തില്ലെങ്കിൽ എന്നോടും ക്ഷമിക്കേണ്ട. ഇതാണ് നമ്മൾ പറയാതെ ദൈവത്തോട് പറയുന്നൊരു കാര്യം. അതുപോലെ പെറ്റുപെരുകി ഭൂമിയെ കീഴടക്കുവിൻ എന്ന് പറയുമ്പോൾ, പെറ്റുപെരുകി ഭൂമിയെ കീഴടക്കിയില്ലെങ്കിൽ ഭൂമി എന്ത് ചെയ്യും? നമ്മളെ കീഴടക്കും. ഇത് വളരെ വലിയൊരു വിപത്താണ്. നല്ല മഴയാണ്, നിങ്ങൾക്ക് എന്നെ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, അപ്പോൾ പെറ്റുപെരുകി ഭൂമിയെ കീഴടക്കുക, അല്ലെങ്കിൽ ഭൂമി എന്ത് ചെയ്യും? നമ്മളെ കീഴടക്കും. എല്ലാ അർത്ഥത്തിലും ഭൂമി എന്ത് ചെയ്യും? നമ്മളെ കീഴടക്കും. അപ്പോൾ നമ്മൾ നോക്കുമ്പം ഇന്ന് കേരളത്തിലെ ഭൂമി ഏറ്റവും കൂടുതൽ കൈവശമുള്ളത് ഇവർക്കാണ്. അതൊരു അനുഗ്രഹമായിട്ടാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? വചനം അത് ക്രിസ്ത്യാനിയോ മുസൽമാനോ ഹിന്ദുവോ എന്നൊന്നുമില്ല, അത് ആര് പാലിച്ചാലും ദൈവം അനുഗ്രഹം കൊടുക്കും. കാരണം ഇത് പാക്കേജായിട്ട് വരുന്നതാണ്. അപ്പോൾ ഈ ഒരു വചനം പാലിക്കുന്നത് ആരായാലും ദൈവം അനുഗ്രഹം കൊടുക്കുന്നു. നോക്കൂ, മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നവർ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കും. നമ്മളിന്ന് കാണുന്നുണ്ട്, അമ്മമാരുടെ കണ്ണീര് കുടിപ്പിച്ച് അപ്പന്മാരുടെ കണ്ണീര് കുടിപ്പിച്ച് ലോൺ എടുത്ത് പറക്കണ ബൈക്ക് വാങ്ങിച്ചിട്ട് 18-ാം വയസ്സിൽ 25-ാമത്തെ വയസ്സിൽ റോട്ടിൽ ഇങ്ങനെ ചിന്നിച്ചെതിറുന്ന ശരീരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആക്സിഡൻ്റായിട്ട്. മാതാപിതാക്കന്മാരെ അനുസരിക്കുന്നവൻ, ബഹുമാനിക്കുന്നവൻ ഭൂമിയിൽ ദീർഘകാലം ജീവിക്കും എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു മറുപുറമുണ്ട്. നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ, ബഹുമാനിച്ചില്ലെങ്കിൽ നമ്മുടെ ആയുസ് കുറയും. അപ്പോൾ ഈ വചനം പാലിക്കുന്നവനും പാലിക്കാത്തവനും ഇതിൻ്റെ ആ ഇൻബിൽഡ് വാഗ്ദാനം ലഭിക്കുന്നു. നമ്മൾ ചില ഫോൺ വാങ്ങിക്കുമ്പോൾ ആ ഫോണിൽ തന്നെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്സ് ഉണ്ടാകത്തില്ലേ? ഈ ആപ്പ് നമ്മൾ എത്ര ശ്രമിച്ചാലും അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. ഇതാര് വാങ്ങിച്ചാലും ഈ ആപ്പിൽ ഈ ഫോണിൽ ആ ആപ്പ് കിടപ്പുണ്ടാവും. ഇതുപോലെ ഈ വചനത്തിൽ പെറ്റുപെരുകി ഭൂമിയെ കീഴടക്കുവിൻ എന്ന വചനം ആര് പാലിച്ചാലും ദൈവം അനുഗ്രഹിക്കും. അപ്പം ഞാൻ ടീച്ചിങ് ഫീൽഡിലായിരുന്നത് കൊണ്ട് എനിക്കറിയാം, LKG മുതൽ 3-ലും 4-ലും 7-ലും വരെ നിരനിരയായിട്ട് മക്കളുള്ള മുസ്ലിം പാരൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ സ്കൂളിലൊക്കെ വരുന്നത് വലിയ ലോറി പോലുള്ള കാറുകളിലാണ്.
അപ്പോൾ പറയണത് അത് ദൈവം അവർക്ക് നൽകിയ അനുഗ്രഹമാണ്. അപ്പം നമ്മളെന്തുകൊണ്ടാണ്, ഇതാണ് മെയിൻ, നമ്മൾ ജീവന് തുറവിയില്ലാത്തവരാണ്. എന്നെ ഒരു സഹോദരി ഒരു ദിവസം ഫോൺ വിളിച്ചു. ഒരു 10, 30, 33, 34 വയസ്സുണ്ട്. അവർ പറഞ്ഞത് വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടാണ്, ഇപ്പോൾ ഉള്ള ജോലി വളരെ വളരെ ചെറിയ ശമ്പളമാണ്, ഇനി ആ ജോലി തന്നെ മുന്നോട്ട് പോകുമെന്ന് അറിയത്തില്ല, ഭർത്താവിനും വളരെ ചെറിയ ജോലിയാണ്, 2 മക്കളുണ്ട്, വാടക വീട്ടിലാണ്, ആഷിക്കൊന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയാനാണ്. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ചേച്ചി പ്രസവം നിർത്തിയോ? നിർത്തി. അപ്പം എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സിസ്റ്റം ഇങ്ങനെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതായത് എനിക്ക് ഒരു കുഞ്ഞുണ്ടായിരിക്കെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം, ദൈവമേ എനിക്കൊരു കാറ് തരണേ, 4 സീറ്റുള്ള കാറ് തരണമേ, എനിക്ക് എല്ലാ ദിവസവും പള്ളിയിലൊക്കെ പോകാനാ എന്ന് നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും ദൈവം തരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ അനുഭവത്തിന് ദൈവം തരില്ല എന്നാണ്. എന്നാൽ 2 കുഞ്ഞുങ്ങളുണ്ടാവുന്നു, നമ്മൾ ദൈവമേ തരണമേ, അത് നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പോലും ദൈവം തരും. കാരണം ദൈവത്തിന് അറിയാം 2 പിള്ളേരുണ്ടാവും, ബൈക്കിൽ പോകാൻ ബുദ്ധിമുട്ടാണ്, ദൈവം കാർ തരും. അപ്പം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ടാണ് നമ്മുടെ ദൈവം നോക്കും. ഓക്കെ, ഇവന് ഇന്നത് ആവശ്യമാണ്, അപ്പോൾ ദൈവം അത് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഈ പ്രസവം നിർത്തിയ ഈ ചേച്ചിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരാനുള്ള കാരണം എന്തായിരിക്കും? ഒരുപാട് നമ്മൾ കൽപ്പനകളൊക്കെ നോക്കി ഒരുപാടുണ്ടാവും. നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു കാര്യത്തിലാണ്. ചേച്ചിക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടായി, ആ സമയത്തായിരിക്കും ചേച്ചിക്ക് ജോലി ലഭിച്ചത്. 2ാമത്തെ കുഞ്ഞുണ്ടായി, ആ സമയത്തായിരിക്കാം ചേച്ചിക്ക് കുടുംബത്തിൽ കുറച്ച് സമാധാനം ലഭിച്ചത്. 3ാമത്തെ കുഞ്ഞ് വരുമ്പോഴായിരിക്കാം സാലറിയിൽ ഇൻക്രിമെൻറ്റ് ഉണ്ടാവേണ്ടിയിരുന്നത്. 4ാമത്തെ കുഞ്ഞ് വരുമ്പോഴായിരിക്കാം ഒരു സർക്കാർ ജോലി സ്ഥിരമായിട്ട് ലഭിക്കേണ്ടിയിരുന്നത്. 5ാമത്തെ കുഞ്ഞ് വരുമ്പോഴായിരിക്കാം ഭർത്താവിന് നല്ലൊരു ജോലി ലഭിക്കുന്നത്. ദൈവം ഓരോ കുഞ്ഞിനെ തരുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാക്കേജായിട്ടാണ് ദൈവം തരുന്നത്. നമ്മൾ വിശുദ്ധ നാട് ടൂർ പാക്കേജ് എന്ന് പറയില്ലേ, ഇത്ര രൂപ കൊടുത്താൽ യൂറോപ്യൻ രാജ്യങ്ങളും വിശുദ്ധ നാട് സന്ദർശിക്കാം എന്ന് പറഞ്ഞതുപോലെ ഓരോ കുഞ്ഞുങ്ങളെ ദൈവം തരുന്നത് പാക്കേജായിട്ടാണ്. അപ്പോൾ 3ാമത് കുഞ്ഞ് വരുമ്പോൾ നിനക്ക് സ്ഥിരമായ ജോലി, കുടുംബത്തിലെ സമാധാനം, നിൻ്റെ നീയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന നിൻ്റെ രക്തബന്ധത്തിലുള്ളവർക്കെല്ലാം ബ്ലെസ്സിങ്. അപ്പോൾ ഇത് നമ്മൾ അടച്ചു കളയുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? പിന്നീട് ഒരിക്കലും ദൈവത്തിന് ഇതിന് ശേഷമുള്ള അനുഗ്രഹം തരാൻ സാധിക്കുന്നില്ല. 30ാമത്തെ വയസ്സിൽ പ്രസവം നിർത്തി കഴിയുമ്പോൾ 30 മുതൽ ഇനി അങ്ങോട്ടേക്ക് നിൻ്റെ ജീവിതം ദുരിതം നിറഞ്ഞതാവുന്നു. കാരണം ഈ പാക്കേജോടുകൂടെ വരേണ്ട സാധനം നീ ബ്ലോക്ക് ചെയ്തു. നമ്മൾ കരുതുന്നത് എന്താണ്? കുഞ്ഞുങ്ങളെ നിർത്തി, കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നത് നിർത്തി, ഇനി ഞാൻ ബാക്കി എൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കട്ടെ. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. എത്ര പ്രാർത്ഥിച്ചാലും നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. കാരണം നിന്നെ ഏൽപ്പിച്ച ജോലി ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം അതോടൊപ്പം ലഭിക്കുമെന്നാണ്. അപ്പോൾ കുഞ്ഞുങ്ങളിലൂടെ ലഭിക്കേണ്ട അനുഗ്രഹം നീ അവിടെ തടഞ്ഞു നിർത്തി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ അനുഗ്രഹം ലഭിക്കും? അപ്പോൾ എൻ്റെ പറയുമ്പോൾ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവർ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് മറ്റൊരു കാര്യം, ഇതെങ്ങനെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ എന്തായാലും ഞാൻ ശ്രമിക്കാം. നോക്കൂ, നമ്മൾ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം പാപികളാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നിടത്തോളം കാലം നമ്മൾ ചെറുതും വലുതുമായ പാപങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നു. അപ്പോൾ കുമ്പസാരത്തിലൂടെ നമ്മൾ പാപമോചനം ലഭിക്കുന്നുണ്ടെങ്കിലും ഇതിനൊക്കെ പരിഹാരം നമ്മൾ ചെയ്യുകയും കൂടെ വേണം. പല രീതിയിൽ നമ്മളിതിന് പരിഹാരം ലഭിക്കുന്നു. ദണ്ഡവിമോചനമുണ്ട്, പ്രായശ്ചിത്ത പ്രവൃത്തികളുണ്ട്, നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സഹനങ്ങൾ നമ്മളെ പ്യൂരിഫൈ ചെയ്യുന്നു. അപ്പോൾ 1 or 2 പിള്ളേരുണ്ടാകുമ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? ഈ പിള്ളേരെ രാത്രി എഴുന്നേൽക്കുമ്പോൾ നമ്മൾ തൊട്ടിലാട്ടുന്നു, പാല് കൊടുക്കുന്നു, ഭക്ഷണം കൊടുക്കുന്നു, പള്ളി കൊണ്ടുപോകാൻ ബുദ്ധിമുട്ട്, നമ്മുടെ വാഹനത്തിൽ കൊണ്ടുപോകുമ്പോൾ വാഹനത്തിൽ നിന്ന് പിള്ളേർ കരയുന്നു, ഏതെങ്കിലും ഫംഗ്ഷന് പോകുമ്പോൾ അവിടെ നിന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അപ്പോൾ ഒരു 6 വയസ്സ് വരെയൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പിള്ളേരെ ഒന്ന് മേയിച്ച് നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ നമുക്ക് ചില സമയത്ത് ദേഷ്യം വരുന്നുണ്ട്, ചില സമയത്ത് നല്ല അരിശം വരുന്നു, ഒന്ന് കൊടുക്കണമൊക്കെ തോന്നും. അപ്പം അത് നമ്മുടെ പ്യൂരിഫിക്കേഷൻ്റെ ഭാഗമാണ്. എന്നിലെ ക്ഷമയില്ലായ്മ എന്ന ആ ഒരു തിന്മ ഇല്ലാതാവാൻ, ക്ഷമ നിറയാൻ ദൈവം നൽകിയിരിക്കുന്ന ഒരു പ്യൂരിഫിക്കേഷൻ്റെ ഭാഗമാണ് ഈ കുഞ്ഞുങ്ങളിലൂടെ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ. അങ്ങനെ ഇതൊരു മേഖല, അങ്ങനെ സ്നേഹിക്കാൻ പറ്റാത്ത മേഖല, ക്ഷമിക്കാൻ പറ്റാത്ത മേഖല, ഇതെല്ലാം ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ആ പീരീഡിൽ നമ്മിൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഈ ആത്മീയ സത്യം നമ്മൾ മനസ്സിലാക്കിയിട്ട് പെരുമാറുകയാണെങ്കിൽ. നേരെ മറിച്ച് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ബഹളം ഉണ്ടാക്കും, ദേഷ്യം പിടിച്ച് തല്ലുകയാണെങ്കിൽ നീ ഇത് വർദ്ധിപ്പിക്കുന്നേ ഉള്ളൂ. മറിച്ച് ക്ഷമിച്ച് നമ്മൾ വളരെ പൊളൈറ്റായിട്ട് പിള്ളേർത്ത് സംസാരിക്കുമ്പം 2 ഗുണം. അത് പിന്നീട് വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എൻ്റെ പ്യൂരിഫിക്കേഷനാണ്.
എൻ്റെ എന്ന് പറയുമ്പോൾ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പ്യൂരിഫിക്കേഷൻ മക്കളിലൂടെ നടക്കുന്നു. അപ്പോൾ അപ്പോൾ എനിക്ക് ഒരു ഉദാഹരണം, 3 വർഷത്തിനിടയിൽ 2 കുട്ടികളുണ്ടായി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു 6-7 വയസ്സ് വരെ 6-7 വർഷം ഈ കുഞ്ഞുങ്ങളിലൂടെ ഉണ്ടാകുന്ന കുഞ്ഞുനാളിൽ വളർത്താനുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കുന്നു. പിന്നീടും വരുന്നുണ്ട്, അവർ വലിയ ക്ലാസ്സിൽ എടുക്കുന്നു, അവരെ നമ്മൾ പഠിപ്പിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കൂ, ദൈവം ഒരു വ്യക്തിക്ക് 4 കുഞ്ഞുങ്ങളെ നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. എന്നിട്ട് ഈ വ്യക്തി 2-ൽ നിർത്തുന്നു. 2 കുഞ്ഞുങ്ങളുണ്ടായിട്ട് ഈ വ്യക്തി പ്രസവം നിർത്തുന്നു. എന്താ സംഭവിക്കുകയെന്നറിയോ? ഇവർക്ക് 2 മക്കളേ ഉള്ളൂ. അപ്പോൾ ഇവർക്ക് 2 മക്കളെ വളർത്തുന്ന ബുദ്ധിമുട്ട് മതി. 6-7 വർഷത്തെ ബുദ്ധിമുട്ട് മാത്രമേ ഇവർക്ക് ഉണ്ടാവുന്നുള്ളൂ. മെയിനായിട്ട് സത്യത്തിൽ ദൈവത്തിൻ്റെ പ്ലാൻ പ്രകാരം ബാക്കി 2 പിള്ളേരുണ്ടാകുമ്പോൾ വീണ്ടും 6+6 വീണ്ടും ഒരു 12 വർഷത്തെ ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാവേണ്ടതായിരുന്നു. പക്ഷേ ഇവരെന്ത് ചെയ്തു? 2-ൽ നിർത്തി. പിന്നെ അവർ ഒരു ഫ്രീ ബേർഡായി. മക്കളൊരു നല്ല നിലയിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ എന്താ സംഭവിക്കുന്നറിയോ? അങ്ങനെ ഇവിടം കൊണ്ട് തീരത്തില്ല. ദൈവം എന്ത് ചെയ്യും? ഈ 2 പിള്ളേരെ കൊണ്ട് 8 പിള്ളേർക്ക് നിങ്ങളുണ്ടായാലുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നൽകിയിട്ടേ ഈ ലോകം വിട്ട് നിങ്ങളെ ദൈവം വിടത്തുള്ളൂ. കാരണം എന്താണ്? ആ ബാക്കി ഉണ്ടാവേണ്ടിയിരുന്ന 2 പിള്ളേരിലൂടെ നിങ്ങൾക്ക് ലഭിക്കേണ്ടിയിരിക്കുന്ന പ്യൂരിഫിക്കേഷൻ നിങ്ങൾ വേണ്ടെന്ന് വെച്ചു. അപ്പോൾ എന്ത് സംഭവിക്കുന്നല്ലോ? ഇൻ റിയാലിറ്റി എന്ത് സംഭവിക്കുന്നു? നമ്മൾ ഈ മക്കളെ എത്ര നന്നായിട്ട് വളർത്തിയാലും, ഈ 2 പിള്ളേരെ പ്രസവം നിർത്തി ഈ 2 പിള്ളേരെ നമ്മൾ എത്ര നന്നായിട്ട് വളർത്താൻ നോക്കിയാലും, ആത്മീയമായിട്ട് വളർത്താൻ നോക്കിയാലും ഭൗതികമായിട്ട് വളർത്താൻ നോക്കിയാലും ഈ മക്കളെ കൊണ്ട് നമുക്ക് തലവേദന മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഏത് ഫീൽഡിലും, പിള്ളേരുടെ പഠന മേഖല ആയിക്കൊള്ളട്ടെ, പിള്ളേരുടെ സമൂഹത്തിൽ പെരുമാറ്റമായിക്കൊള്ളട്ടെ, ഇനി അവർ വളർന്ന് അവർ അഡൾട്ടായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട്, അവർ കല്യാണം കഴിഞ്ഞാൽ ഏത് മേഖല എടുത്താലും നിങ്ങൾ പറയും ഈ പ്രായമായിട്ട് ഈ വയസ്സാം കാലത്തും ഇവരെ കൊണ്ടൊരു സ്വസ്ഥതയില്ലല്ലോ എന്ന് നിങ്ങൾ പറയും. നിങ്ങൾക്ക് 2 പിള്ളേരേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് 8 പിള്ളേരുള്ള ഒരു ബുദ്ധിമുട്ടാണ് നിങ്ങൾ അനുഭവിക്കുന്നത്. കാരണം എന്താണ്? 2 മക്കളെയും കൂടി ദൈവം നിങ്ങൾക്ക് തരാനുള്ളത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത് കളഞ്ഞു. ആ മക്കൾ വഴിയായിരുന്നു നിങ്ങളുടെ പ്യൂരിഫിക്കേഷൻ നടക്കേണ്ടിയിരുന്നത്. നിങ്ങളതിന് പ്രായശ്ചിത്തവും ചെയ്യുന്നില്ല, അനുദപിക്കുന്നുമില്ല. നിങ്ങൾ ഈ 2 പിള്ളേരെ നിങ്ങൾ കൊണ്ട് നടക്കുകയാണ്. എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഇത് പറഞ്ഞു എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പറയുന്ന നമ്മുടെ പ്യൂരിഫിക്കേഷൻ എന്നത് ഒരു സംഭവം. മറ്റൊന്ന്, നമ്മുടെ കുടുംബത്തിൽ ലഭിക്കേണ്ട അനുഗ്രഹങ്ങൾ നമ്മൾ തടയുന്നു. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷേ ഒരു മെച്ചപ്പാടില്ല, ഒരു അനുഗ്രഹമില്ല. മക്കളെ കൊണ്ട് തലവേദന, എല്ലാ ധ്യാനകേന്ദ്രം അയച്ചിട്ടും അവനൊരു മാറ്റമില്ല. എന്താണ്? നമ്മളോട്ട് തന്നെ തിരിഞ്ഞു നോക്ക്. അപ്പം നിങ്ങളിത് തിരിഞ്ഞു നോക്കുന്നത് ഒരു പക്ഷേ നിങ്ങളുടെ 50-ാമത്തെ വയസ്സിലോ 55-ാമത്തെ വയസ്സിലോ 60-ാമത്തെ വയസ്സിലോ ഒക്കെ ആവാം. നിങ്ങൾ ചിന്തിച്ച് നോക്കൂ. നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവും, അന്നൊരു കുട്ടി കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഈ പ്രായമായ സമയത്ത് എന്നെ പള്ളിയിലോട്ട് കൊണ്ടുപോകാൻ അവന് സാധിക്കുമായിരുന്നു. ഇന്ന് വീട്ടിൽ ആരുമില്ല, ഒറ്റയ്ക്കാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഈ സന്താനങ്ങൾക്ക് ജന്മം നൽകുക എന്നതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഈ ഒരു കെട്ട് നമ്മൾ അഴിച്ചില്ലെങ്കിൽ ഇതിങ്ങനെ കെട്ട് നമ്മളൊരു കയറിലൊരു കെട്ടിട്ട് കഴിഞ്ഞാൽ ആ കെട്ടഴിച്ചാൽ നമുക്ക് അടുത്ത കൃപയിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നത് പോലെ ഇതിങ്ങനെ കെട്ടായിട്ട് കിടക്കും. ഈ കെട്ടായിട്ട് ഇതിങ്ങനെ കിടക്കുന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടെന്ന് പറയും, എന്ത് ആത്മീയ രഹസ്യം നമ്മൾ പറഞ്ഞാലും ആ വ്യക്തികൾക്ക് ഇത് തലയിൽ കയറില്ല. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് പരിശുദ്ധ കുർബാനയെ പറ്റിയുള്ള രഹസ്യങ്ങൾ പറയുമ്പോൾ എന്തുകൊണ്ട് കൈകൾ സ്വീകരിക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളത് പറയുമ്പോൾ ഇങ്ങനെയുള്ള പ്രോ ലൈഫായിട്ടുള്ള ആളുകൾക്ക്, ജീവനോട് തുറവിയുള്ള ആളുകൾ ഇത് സ്വീകരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അവർക്ക് പെട്ടെന്ന് അത് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇതെല്ലാം ആത്മീയമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന കാര്യമാണ്. അവർക്കിത് എളുപ്പം അത് മനസ്സിലാവുന്നു. എന്നാൽ പ്രസവം നിർത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ വേണ്ടിയല്ലല്ലോ ബന്ധപ്പെടുന്നത്, നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ ജഡിക പാപത്തിൽ നിരന്തരം ജീവിക്കുന്ന ആൾക്കാർ പ്രസവം നിർത്തുക എന്നുള്ളത് മാരകഭാവമാണ്. അവർക്ക് ആത്മീയ രഹസ്യങ്ങൾ മനസ്സിലാവുന്നേ ഇല്ല. അവർക്ക് നമ്മൾ എത്ര ഉപദേശിച്ചു കൊടുത്താലും, ഈവൻ മക്കളുടെ കേസ് വരുമ്പോൾ ചേട്ടാ ചേച്ചി നിങ്ങളെ മക്കൾക്ക് വേണ്ടി ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അയ്യോ കാശ് ചിലവാകത്തില്ലേ എന്നാണ് അവരുടെ ആദ്യത്തെ പോയിൻ്റ്. നമ്മളൊരു 100 രൂപ എന്തൊക്കെ കാര്യത്തിനുണ്ട് നമ്മൾ ചിലവഴിക്കുന്നു, മാസത്തിൽ ഒരു കുർബാന പോലും അർപ്പിക്കാൻ കാശ് ചിലവാവില്ലേ എന്നാണ് അവരുടെ മറുപടി. അപ്പോൾ പല ആത്മീയ രഹസ്യങ്ങൾ അവർക്ക് മനസ്സിലാവാതെ പോകുന്നു. ഈ കെട്ടുകിടപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്തവർ എന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് അനുദപിച്ചിട്ട്, ഇത് ലൈഫ് ലോങ് പ്രായശ്ചിത്തമാണ്. ഒന്നും ആലോചിച്ച് നോക്കൂ. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. 2025 ഒരു വിവാഹം കഴിച്ച നവദമ്പതികൾ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം 2026 അവർക്ക് കുഞ്ഞുണ്ടാവണം. അവർ തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക്
ഇപ്പോൾ വേണ്ട, ഒരു 3 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 4 വർഷം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് മതി എന്നവർ തീരുമാനിക്കുകയാണ്. ഈ 4 വർഷം വരെ മാരകപാപത്തിലാണ് ഇവർ ജീവിക്കുന്നത്. ഏതെങ്കിലും തീർച്ചയായിട്ടും കോൺട്രസെപ്ഷൻസ് ഇവർ ഉപയോഗിക്കുന്നുണ്ടാവും, ഗർഭ നിരോധന മാർഗ്ഗങ്ങൾ അവലംബിക്കുന്നുണ്ടാവും. ഈ 4 വർഷവും ഒന്നെങ്കിൽ ഇവർ ഈ പാപത്തോടു കൂടെ എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ച് പാപത്തിൻ്റെ മുകൾ പാപം വരുത്തി വെക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ കുർബാന സ്വീകരിക്കാതെ 4 വർഷവും ജീവിക്കുന്നുണ്ടാവും. എങ്ങനെയാണെങ്കിലും ഈ 4 വർഷവും അന്ധകാരത്തിൻ്റെ നാളുകളാണ് അവർക്ക്. അവർ നോക്കുമ്പോൾ പക്ഷേ അവരെ എൻജോയ് ചെയ്യുന്നുണ്ട്, മക്കളില്ല. പുറമേ നോക്കുമ്പോൾ എന്താണ്, അവിടെ യാത്ര ചെയ്യുന്നു, ഇവിടെ യാത്ര ചെയ്യുന്നു, അടിച്ചു പൊളിക്കുന്നു, നോക്കുമ്പോൾ എല്ലാം അടിപൊളിയാണ്. പക്ഷേ ആത്മാവിൻ്റെ അവസ്ഥ പരിതാപകരമാണ്. അപ്പോൾ ഈ 4 വർഷവും കുഞ്ഞുങ്ങളില്ലാതെ അവർ ജീവിക്കുമ്പോൾ അവർ ബന്ധപ്പെടുന്ന എല്ലാം ലൈംഗിക സുഖത്തിന് വേണ്ടി മാത്രമാണ്. അപ്പോൾ അവിടെ അതും ഒരു പാപമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഈ പറയുന്ന കുട്ടി ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം 2026 ജനിക്കേണ്ട കുട്ടി ജനിക്കുന്നത് 2030. ഒന്ന് ചിന്തിച്ച് നോക്കൂ, 2026 ഈ കുട്ടി ജനിച്ചിരുന്നെങ്കിൽ ഒരു 6 വർഷം കഴിയുമ്പോൾ ഈ കുട്ടി 1-ാം ക്ലാസ്സിൽ ചേരുന്നു. അപ്പോൾ 2026 ജനിച്ച കുട്ടി 1-ാം ക്ലാസ്സിൽ ചേരുമ്പോൾ ഉണ്ടാവേണ്ട ക്ലാസ് ടീച്ചറും അവൻ്റെ സുഹൃത്തുക്കളുമല്ല അവൻ 5 വർഷം കഴിഞ്ഞ് ജനിക്കുമ്പോൾ ഉണ്ടാവുന്നത്. ഞാൻ പറഞ്ഞ മനസ്സിലായോ? അതായത് ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം കുഞ്ഞ് ജനിക്കേണ്ട സമയത്ത് ജനിച്ചിരുന്നെങ്കിൽ ഉണ്ടാവേണ്ടിയിരുന്ന അവൻ്റെ ക്ലാസ് ടീച്ചറല്ല, അവൻ്റെ സുഹൃത്തുക്കളല്ല, അവന് 5 വർഷം കഴിഞ്ഞ് ഉണ്ടാവേണ്ടത്. മാത്രമല്ല 2026 ജനിക്കേണ്ടിയിരുന്ന അതേ കുട്ടി തന്നെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല 2030 ജനിക്കാൻ പോകുന്നത്. അപ്പം നമ്മൾ ദൈവത്തിൻ്റെ ഈ ടൈം ലൈൻ നമ്മൾ തെറ്റിക്കുകയാണ്. ഒരു കുഞ്ഞ് ഭൂമിയിൽ എപ്പം ജനിക്കണമെന്ന്. കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഗിഫ്റ്റ് ദൈവം തരുമ്പോൾ നമ്മൾ പറയുകയാണ് ഇപ്പം വേണ്ട, എനിക്ക് 4 വർഷം കഴിഞ്ഞ് മതി എന്നുള്ളത്. അപ്പോൾ ആ ഗിഫ്റ്റ് ആയിരിക്കത്തില്ല നമുക്ക് ലഭിക്കാൻ പോണത്. അപ്പോൾ നമ്മുടെ പ്ലാൻ അനുസരിച്ചുള്ള കുഞ്ഞാണ് ഇനി വരാൻ പോണത്. ആ കുഞ്ഞു വഴിയാണ് നമുക്ക് തലവേദന വരാൻ പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ദൈവത്തിൻ്റെ ആ കൊച്ചിനെ പറ്റിയുള്ളത് നമ്മളെ പറ്റിയുള്ളതുമായിട്ടുള്ള ആ ടൈം ലൈനെ നമ്മൾ തെറ്റിച്ച് കളയും. എന്നിട്ട് ഈ കുഞ്ഞ് ജനിക്കുന്നത് 4 വർഷം 5 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ ആ കുഞ്ഞ് 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ ആ കുഞ്ഞിനുണ്ടാവേണ്ട ഫ്രണ്ട്സും അവൻ്റെ ടീച്ചേഴ്സും അവൻ്റെ ചുറ്റുമുള്ള സാമൂഹിക ചുറ്റുപാടുകളെല്ലാം മാറി വരികയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു വ്യക്തിയുടെ ജീവിതം തന്നെ നമ്മൾ എന്നേക്കുമായിട്ട് മാറ്റുകയാണ്. നമ്മൾ ചിന്തിക്കരുത് അതൊരു വ്യക്തിയിൽ തീരുമെന്നുള്ളത്. അത് തലമുറകളായിട്ട് പോകുന്നൊരു കാര്യമാണ്. എനിക്കറിഞ്ഞോളാം ഞാൻ എത്രത്തോളം നിങ്ങളിലോട്ട് ഇത് എത്തിച്ചു എന്ന് അറിയത്തില്ല. പക്ഷേ എൻ്റെ പറയുമ്പോഴവരെ ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇങ്ങനെ ചെയ്തു പോയവർ അനുദപിക്കുക. ഉറപ്പായിട്ടും നമ്മുടെ ദൈവത്തെ വിളിക്കുന്നത് ഗോഡ് ഓഫ് സെക്കൻഡ് ചാൻസ് എന്നാണ്. ദൈവം തീർച്ചയായിട്ടും നമ്മൾ അനുദപിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിന് ആനുപാതികമായിട്ടുള്ള പരിഹാരം നമ്മൾ ചെയ്യണം. നമ്മൾ ജീവൻ്റെ മൂല്യത്തെ ഉയർത്തിപ്പിടിക്കണം. പ്രത്യേകിച്ച് പല ഗർഭചിത്രങ്ങൾ നടക്കുന്നത് ഞാൻ കണ്ടിട്ടുള്ളത് ഈ കുടുംബക്കാർ കാരണമാണ് എന്നുള്ളതാണ്. അതായത് ഭാര്യയും ഭർത്താവും പെട്ടെന്ന് അവർ ഒരു കുഞ്ഞുണ്ടായിപ്പോയി, അടുത്തുടനെ അടുത്ത കുഞ്ഞുണ്ടായിപ്പോയി. അപ്പോഴേക്കും ഫോൺ വിളിച്ച് ചേച്ചി ഇങ്ങനെ അങ്കളെ ഇങ്ങനെ കുഞ്ഞായി എന്ന് പറയുമ്പോൾ ഇത്ര പെട്ടെന്നോ? ഈ നാണക്കേട് ചിന്തിച്ചിട്ട് ആരെങ്കിലും ഗർഭചിത്രം ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കാരണമാണ് എന്ന് കൂടെ മനസ്സിലാക്കുക. നമ്മുടെ ഏതെങ്കിലും പെരുമാറ്റം, നമ്മൾ അവരോട് സംസാരിക്കുന്ന രീതി, അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് പകരം ഇത്ര നേരത്തെ വേണ്ടായിരുന്നു എന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ നാളെ അടുത്തൊരു കുഞ്ഞുണ്ടാകുമ്പോൾ നിങ്ങളുടെയൊക്കെ മുഖം കണ്ട് നിങ്ങളെ പേടിച്ച് അവർ ഗർഭചിത്രം ചെയ്തിട്ടുണ്ടെങ്കിൽ നിത്യനരകമാണ്. എനിക്ക് ഈ പ്ലെയിനായിട്ട് സോപ്പിട്ട് പറയുന്ന പരിപാടിയൊന്നുമില്ല. നിത്യനരകം തന്നെയാണ്, യാതൊരു ഡൗട്ടുമില്ല. ഞാൻ ഇവിടെ ഈ ആൾക്കാരുടെ അവസാന മണിക്കൂർ എന്ന പുസ്തകത്തിൽ ആ ഒരു മെസ്സേജ് വളരെ വ്യക്തമായിട്ട് ദൈവം പറയുന്നുണ്ട്. എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ദൈവമേ എവിടെയാണോ, അപ്പോൾ ഇതിൽ ഈശോ പറയുന്നൊരു കാര്യം ഇതാണ്: ഗർഭചിത്രം ചെയ്ത നേഴ്സുമാരാണേലും സഹായിക്കുന്ന നേഴ്സുമാരാണേലും ഡോക്ടർമാരാണേലും മാതാപിതാക്കളാണെങ്കിലും ആരാണെങ്കിലും നിങ്ങളെല്ലാവരും നിത്യ നരകാഗ്നിയിൽ പതിക്കും എന്ന് തന്നെ ഈശോ വ്യക്തമായി പറയുന്നുണ്ട്. ഞാൻ അന്നേരം അവിടെ എൻ്റെ ജോലിയുടെ ഭാഗമായി ഡോക്ടറെ സഹായിച്ചതേ ഉള്ളൂ. നോ. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കള്ളനെ കഞ്ഞി വെച്ചവനും പ്ലാനിട്ടവനും അത് ആസൂത്രണം ചെയ്തവനും എല്ലാം ഇതിൽ 1-ാം പ്രതി 2-ാം പ്രതി 3-ാം പ്രതി എല്ലാവരും ഇതിൽ പ്രതികൾ തന്നെയാണ്. അല്ലെങ്കിൽ നീ ജീവൻ്റെ മൂലത്ത് ഉയർത്തിപ്പിടിക്കുക, നീ പറയണമായിരുന്നു നിൻ്റെ ജോലി പോകേണ്ടി വന്നാലും ഈ കുഞ്ഞിനെ കൊല്ലാൻ ഞാൻ നിൽക്കത്തില്ല. എൻ്റെ പ്രൊഫഷൻ്റെ ഭാഗമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നേഴ്സാണ് ഡോക്ടറാണെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ ജീവൻ്റെ കാര്യത്തിൽ ദൈവം വളരെ വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഗർഭചിത്രം രക്തം ചിന്തിയുള്ള മാരകപാപമാണെങ്കിൽ ഗർഭനിരോധന മാർഗ്ഗങ്ങൾ രക്തം ചിന്താത്ത കൊലപാതകമാണ്. അത്രയേ വ്യത്യാസമുള്ളൂ.
രണ്ടിനും ദൈവസന്നിധി നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് കോൺട്രസെപ്ഷൻ മാരക പാപമാണ് എന്ന് സഭ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന് പ്രായശ്ചിത്തം ലൈഫ് ലോങ് ആണ്. ഒന്നെങ്കിൽ നിങ്ങൾ വീണ്ടും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മക്കളെ ദത്തെടുത്ത് വളർത്തുക, അല്ലെങ്കിൽ അനാഥാലയത്തിൽ ഈ നമുക്ക് വളരെ ബുദ്ധിമുട്ടുള്ള മക്കൾക്ക് സാമ്പത്തിക സഹായം അവർ എന്താണോ അവർക്ക് ചെയ്യുക എന്നുള്ളത്. അതായത് നിങ്ങളുടെ വിവേകം ഉപയോഗിച്ചിട്ട് നിങ്ങൾ എത്രയാണ് ആ കഠിനത നിങ്ങൾ ചെയ്ത ഇൻറ്റൻസിറ്റി എത്രയാണോ അതിന് ആനുപാതികമായിട്ട് ചെയ്യുന്നുള്ളതാണ്. ബാക്കി നവദമ്പതികൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചോദിക്കും, അയ്യോ അപ്പോൾ അടിക്കടി കുഞ്ഞുങ്ങളുണ്ടായാലും എങ്ങനെ? ഇതിനാണ് പറയുന്നത്, ഒരു ഉത്തമ കത്തോലിക്കനായിട്ട് ജീവിക്കുമ്പോഴേ നമുക്ക് ഇതൊക്കെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. ദൈവത്തിൽ ആശ്രയം, ദൈവാശ്രയത്തോടു കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ വിവാഹം മറ്റു വിവാഹങ്ങളിൽ വ്യത്യാസമായിരിക്കുന്നത്. നമ്മൾ വിവാഹം കഴിക്കുന്നത് എന്തിനാണ്? മെയിൻ പർപ്പസ് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുക എന്നതാണ് മെയിൻ പർപ്പസ് എന്ന് പറയുന്നത്. ഈ പർപ്പസ് മാറ്റിവെച്ച് നമ്മൾ വിവാഹം കഴിച്ചാൽ അത് തകരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് നമ്മുടെ കുടുംബങ്ങളിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മെയിൻ കാര്യം. നിർഭാഗ്യവശാൽ ഈവൻ പ്രീ മാരേജ് കോഴ്സിൽ പോലും അവർ ഷോർട്ട് കട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, കോൺട്രസെപ്ഷൻ നിങ്ങൾക്ക് ഏത് രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളത്. കാസർഗോഡ് ഇറങ്ങുന്നതിന് പകരം തിരുവനന്തപുരത്ത് ട്രെയിനിൽ കാസർഗോഡ് പോകുന്ന ആളാണെങ്കിൽ നിങ്ങൾ കണ്ണൂർ വെച്ച് ഇറങ്ങിക്കോ എന്ന് പ്രീ മാരേജ് കോഴ്സിൽ വെച്ച് പറഞ്ഞു കൊടുക്കുന്ന ആൾക്കാരുണ്ട്. സിസ്റ്റേഴ്സ് ഉണ്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് മാരകഭാവമാണ്. അതിന് അൾട്ടിമേറ്റ് എന്താണ്? വിത്ത് മണ്ണിൽ വീഴുന്നില്ല. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, അപ്പം നമ്മളത് ആ മേഖല നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ കുമ്പസാരിക്കുക, വിശുദ്ധ ജീവിതം നയിക്കുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള വഴി. ബാക്കിയെല്ലാം ദൈവമാണല്ലോ ബാക്കിയെല്ലാം ചെയ്യുന്നത്. ഇതൊന്നും നമ്മുടെ പിള്ളേരല്ല, ദൈവത്തിൻ്റെ പിള്ളേരെ നമുക്ക് ദൈവം നൽകിയിരിക്കുകയാണ് വളർത്തുവാൻ വേണ്ടിയിട്ട്. അപ്പം തീർച്ചയായിട്ടും അപ്പം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ദൈവം തന്നെ നോക്കിക്കോളും. സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ പരിശുദ്ധമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആവേ മരിയ ഗ്രാസിയ പ്ലേന ഡോമിനിസ്തേക്കും ബെനഡിക്താത്തു ഇൻ മുളയിരിബൂസ് എൽ ബെനഡിക്തൂസ് ഫ്രുക്തൂസ് വെൻട്രീസ് തു യേസൂസ് സങ്താം മരിയ മാതർ ദൈ ഓരാ പ്രോ നോബിസ് പെക്കാത്തോരിബൂസ് നൂങ്കിയത്തിനോര മോത്തിസ് നോസ്ത്രേ ആമേ വിവാ ക്രിസ്തോറെ.